അപ്പൊ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഈ മാർവൽ സൈഡിലേക്കാണ്. ഈ മാർവൽ സൈഡിലത്തെ തന്നെ ഈ നെക്സസ് ഇവന്റ്, കാനൻ ഇവന്റ്, അബ്സല്യൂട്ട് പോയിന്റ് എന്നൊക്കെ പറയുന്ന കുറെ സാധനങ്ങളുണ്ട്. ഈ മാർവൽ ഈ മൾട്ടിവേഴ്സ് സാഗ തുടങ്ങിയപ്പോഴുള്ള. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് വിടാം. അപ്പം നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് ഈ നെക്സസ് ഇവന്റിനെ കുറിച്ചിട്ടാണ്. ഈ നെക്സസ് ഇവന്റ് എന്ന് പറയുന്നത് ഒരു ന്യൂ ബ്രാഞ്ച് ഓഫ് ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നെക്സസ് ഇവന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളെ കാങ് ദ കോൺഗർ ഇല്ലേ, ഈ മൂപ്പര് മൾട്ടിവേഴ്സിലെ ടൈം ലൈനെ എല്ലാം ചേർത്ത് ഒരു സീക്രട്ട് ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ മൾട്ടിവേഴ്സിൽ ഇന്ന കാര്യം നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതൊക്കെ നേരെ രീതിക്ക് തന്നെ നടക്കുന്നുമുണ്ടാവും. ഈ കാങ് എഴുതി വെച്ചതുപോലെ അല്ലാതെ അത് ബ്രേക്ക് ചെയ്ത് വേറൊരുത്തനൊരു ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യുക. ആ സാധനത്തിനെ പറയുന്ന പേരാണ് നെക്സസ് ഇവന്റ്. ഉടനെ തന്നെ അവനെ ടി വിയെ കയറി പിടിച്ച് ആ ബ്രാഞ്ച് എന്ത് ചെയ്യും, ആ ടൈം ലൈൻ വൈബ് ഔട്ട് ചെയ്യും. എന്നുവെച്ചാൽ അവഞ്ചേഴ്സ് ബാക്കിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് ആ ടെക്സ്ട്രാക്ട് എടുക്കുന്നതൊക്കെ നടക്കേണ്ട കാര്യമാണ്. പക്ഷേ ആ ടെക്സ്ട്രാക്ട് എടുത്ത് ലോക്കി അവിടുന്ന് എസ്കേപ്പ് ആവുന്ന ഒരു സീനുണ്ട്. സത്യം പറയാലോ, അതവിടെ നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ലോക്കീനെ ടി വിയെ പിടിക്കുന്നതും ആ ടൈമിനെ വൈബ് ഔട്ട് ചെയ്യുന്നതും ഒക്കെ. അടുത്ത സാധനമാണ് ഈ അബ്സല്യൂട്ട് പോയിന്റ്. ഈ അബ്സല്യൂട്ട് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ലൈഫിൽ എങ്ങനെയായാലും ആ കാര്യം നടന്നേ പറ്റൂ, അങ്ങനെയുള്ളൊരു കാര്യത്തിനെ പറയുന്ന പേരാണ് അബ്സല്യൂട്ട് പോയിന്റ്. അത് എന്തൊക്കെ ചെയ്താലും എന്താകാൻ പറ്റില്ല, അത് മാറ്റാൻ പറ്റൂല. അതായത് നമ്മൾ ഡോക്ടർ സ്ട്രേഞ്ച് ഇല്ലേ, ഈ ഡോക്ടർ സ്ട്രേഞ്ചും ക്രിസ്റ്റ്യനും ഒരിക്കലും ഒന്നിക്കൂല ഒരു മൾട്ടിവേഴ്സിലും. നമ്മളിപ്പോൾ വാട്ടിഫിൽ ഇവർ ഒന്നിക്കുന്നത് പോലെ സ്റ്റീഫൻ സ്ട്രേഞ്ച് ഒന്ന് ക്രിയേറ്റ് ചെയ്തെങ്കിലും പുള്ളിയുടെ യൂണിവേഴ്സ് തന്നെ നശിച്ചൊരു സീൻ ഉണ്ടായിരുന്നു. അതാണ് പറയുന്നത്, ഈ അബ്സല്യൂട്ട് പോയിന്റ് എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ നിൽക്കുന്ന യൂണിവേഴ്സ് തന്നെ നശിക്കും. ഈ സാധനത്തിൻ്റെ പേരാണ് അബ്സല്യൂട്ട് പോയിന്റ്. ഇനി അടുത്ത് പറയാനുള്ളത് കാനൻ ഇവൻ്റ് ആണ്. ഈ കാനൻ ഇവൻ്റ് എന്ന് പറയുന്നത് സ്പൈഡർമാൻ അക്രോസ് ദ സ്പൈഡർവേഴ്സ് അല്ല, സ്പൈഡർമാൻ ഇൻ ടു സ്പൈഡർവേഴ്സ് എന്നുള്ളൊരു മൂവി ഉണ്ട്. അതിലാക്കി ഇത് കാണിച്ചിട്ടുണ്ടാവുക. ഇത് രണ്ടും സെയിം ആയതുപോലെയാണ് ഈ കാനൻ ഇവൻ്റ് എന്ന് പറയുന്നത്. നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ടതുപോലെ തന്നെ നടക്കണം. അത് നടന്നിട്ടില്ലെങ്കിൽ ആ മൊത്തം യൂണിവേഴ്സ് തന്നെ നശിക്കും. ഈ സ്പൈഡർമാൻസിൻ്റെ ഒക്കെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾ മരിക്കണം. അതായത് ഈ അങ്കിൾ ബെന്ന്, ആൻറ്റി മെയ്, പിന്നെ സ്പൈഡർമാൻ്റെ ഒക്കെ ലവേഴ്സ് ആയിട്ടുള്ള പീറ്റർ പാർക്കർ, ഈ ഗൊന്ന്, ഇവരെ പോലുള്ള ആളുകളൊക്കെ എന്തായാലും മരിക്കണം അവരുടെ ലൈഫിൽ. പിന്നെ അവരുടെ ലൈഫിൽ തന്നെ ക്യാപ്റ്റൻ പൊസിഷനുള്ള ഒരാൾ മരിക്കണം. അതായത് നമ്മൾ ഇന്ത്യൻ സ്പൈഡർമാൻ ആയിട്ടുള്ള പവിത്ര പ്രഭാകരൻ ഉണ്ട്. ഈ പവിത്ര പ്രഭാകരൻ്റെ ക്യാപ്റ്റൻ സിംഗ് എന്ന് പറഞ്ഞൊരു അങ്കിൾ ഉണ്ട്. ഈ അങ്കിളൊക്കെ എന്തായാലും മരിക്കണം. ഇത് പവിത്ര പ്രഭാകരൻ പുള്ളിനെ രക്ഷിച്ചുകൊണ്ടാണ് ആ യൂണിവേഴ്സിൽ കാനൻ ഇവന്റ് ബ്രേക്ക് ആയതെന്നൊക്കെ മിഗിൾ പറയുന്നുണ്ട്. അതായത് ഈ സ്പൈഡർമാൻ്റെ ലൈഫിൽ ഇവരൊക്കെ മരിക്കണം. ഇവർ മരിച്ചിട്ടില്ലെങ്കിൽ ആ യൂണിവേഴ്സിനെ തന്നെ അത് മൊത്തം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ കാനൻ ഇവന്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കാനൻ ഇവന്റ്, പിന്നെ അബ്സല്യൂട്ട് പോയിന്റ്, നെക്സസ് ഇവന്റ് ഒക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ ഷോർട്സ് കണ്ടിട്ടായിരിക്കും ഇന്നെ പലരും പരിചയപ്പെട്ടിട്ടുണ്ടാവുക. വീഡിയോസ് ഒന്നും അധികം ആൾക്കാർ കാണുന്നൊന്നുമില്ല. വീഡിയോ ഒക്കെ ഒന്ന് കണ്ടൊക്കെ സപ്പോർട്ട് ചെയ്യും. ലൈക്ക്, കമൻറ്റ്, 2-3 ഷെയർ ഒക്കെ ചെയ്യും. എന്നാലല്ലേ എനിക്ക് ഗോൾഡൻ പ്ലേ ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നിങ്ങളെ. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.